ചെറുപ്പളശ്ശേരി കൃഷിഭവനുമായി ബന്ധപ്പെട്ട വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിലും ബഹളം. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യമുന്നയിച്ചു. ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ രേഖകൾ വേണമെന്നും വിഷയത്തിൽ നഗരസഭ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭരണപക്ഷാംഗങ്ങളും മറുപടി നൽകി. തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും നിലപാടെടുത്തു. കർഷകർക്ക് വിതരണം ചെയ്ത ജൈവവളവുമായി ബന്ധപ്പെട്ട് കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതം കൃഷി ഓഫീസർ കൈവശം വെച്ച വിവാദം കൗൺസിൽ യോഗത്തിലും വലിയ ബഹളങ്ങൾക്കാണ് വഴിവെച്ചത്. വിഷയത്തിൽ നഗരസഭ വഴിവിട്ട നിസ്സംഗത കാണിച്ചുവെന്നും 2 വർഷം മുന്നേ നടന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആവശ്യപ്പെട്ടു. 3,15,500 മൊത്തം 6 ലക്ഷത്തിൽ പരം വരുന്ന രൂപയുടെ ക്രമക്കേടാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. നമ്മള് കൊടുത്ത പണം എന്ന് പറയുന്ന 6 ലക്ഷം കൂടി കൂട്ടിയ 12 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇത്. 12 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വഴി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി കൃഷി വകുപ്പിലും നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. കർഷകർക്ക് കുമ്മായവും മറ്റ് ഗ്രോബാഗ് തുടങ്ങിയ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ അവര് അടച്ച കൃഷി ഓഫീസറോട് ശേഖരിക്കാൻ ആര് പറഞ്ഞു? കൃഷി ഓഫീസർ ശേഖരിച്ച പണം എന്തുകൊണ്ട് നഗരസഭയിൽ അടച്ചില്ല? അടക്കാത്ത കാര്യത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്? 2 കൊല്ലമായിട്ട് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ നമുക്ക് പരാതി തരേണ്ടി വന്നു. ആർക്ക്? നഗരസഭക്ക് പരാതി തരേണ്ടി വന്നു. കൃഷി ഓഫീസർക്ക് നമുക്ക് നോട്ടീസ് അയക്കാൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? 1 വർഷം അങ്ങനെ സംഭവിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ ഒന്നും നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമല്ല 2 കൊല്ലമായിട്ട് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സർവീസ് ബാങ്കിന് ഇവിടെ കത്ത് തന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യം ആലോചിക്കുന്നത്. നിങ്ങളൊരു കത്ത് എഴുതാൻ തന്നെ തയ്യാറായത്. കൗൺസിലിൽ ഇതുവരെ ഈ 2 വർഷക്കാലമായിട്ടും കൗൺസിലിനെ ഈ വിവരം അറിയിച്ചിട്ടില്ല. സാമ്പത്തികമായ ക്രമക്കേടുകൾ ആരോപിക്കുന്നവർ രേഖകൾ മുന്നോട്ട് വെക്കണമെന്നും നഗരസഭ കൃത്യമായി ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ VP ഷമീജും പറഞ്ഞു. വളരെ നല്ല അഭിപ്രായമായിരുന്നു കൃഷി ഓഫീസറെ കുറിച്ച്. തുടക്കത്തിലൊന്നും ആരും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പല ആളുകളും ബന്ധപ്പെട്ടുണ്ടല്ലോ. ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകൾക്കടക്കം സാമ്പത്തിക സഹായം അയാൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. എന്തത് പറയാൻ തയ്യാറാത്? അതുകൂടി പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ചിലത് മറച്ചു വെച്ച് ചിലത് മാത്രം പറയുന്നത് ശരിയല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പല പ്രതിഷേധങ്ങളോട് നടന്നല്ലോ. ടൗണിൽ ഉൾപ്പെടെ നടന്നില്ലേ? എന്നെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അയാൾക്ക് ജാമ്യം നിൽക്കുക എന്നുൾപ്പെടെ പറഞ്ഞ് അയാൾക്കെതിരെ സാമ്പത്തിക സഹായം നടത്തി എന്ന് പറയുമ്പോൾ നേരത്തെ പറയാതെ പറഞ്ഞിട്ടില്ല. അത് പറയണം. പറയാതെ ആ സാമ്പത്തിക ക്രമക്കേടിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് വ്യക്തമായ രേഖാമൂലം ചൂണ്ടിക്കാണിക്കണം എന്നുള്ള കൗൺസിലോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ലാതെ മാനത്ത് വടിയെറിഞ്ഞമാരി വർത്തമാനം പറഞ്ഞ് വീട്ടുകാരില്ല. അത് ഒരാളെ ഏതൊരു മനുഷ്യനെ കുറിച്ചും സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെടുമ്പോൾ അത് കൃത്യമായി രേഖകളില്ലാതെ ആരോപിക്കപ്പെടാൻ ആർക്കും കഴിയും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലല്ല മറുപടി പറയേണ്ടത്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കൃത്യമായ രേഖാമൂലം ഞാൻ അയാൾക്ക് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ സംശയം? ഞാനത് പറയാൻ തയ്യാറാണ്. ഞാൻ എന്റെ ബന്ധപ്പെട്ട പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട ആളോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷം മുൻപ് നമുക്ക് പല ആളുകൾക്കും വ്യക്തിപരമായി പല ആളുകൾക്കും ബന്ധമുണ്ടാവും. രാഷ്ട്രീയ ആശയത്തിന് വ്യത്യാസമായിക്കൊണ്ട് അതിനപ്പുറത്ത് സുഹൃത്തുബന്ധങ്ങൾ ഉണ്ടാവും. ഈ കൂട്ടത്തിലുള്ള ആളുകൾ അയാൾ സഹായിച്ചിട്ടില്ലേ സാമ്പത്തികമായിട്ട്? തുടർന്ന് വിഷയത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചതിനെ തുടർന്നാണ് വാക്കേറ്റവും ബഹളവും ഉണ്ടായത്. അതെ
ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ഭരണസമിതി യോഗം ബഹളം രൂക്ഷമായതോടെ നഗരസഭാ അംഗങ്ങൾ കൗൺസിലുമായി സഹകരിച്ചില്ലെങ്കിൽ യോഗം നിർത്തിവെച്ച് ഇറങ്ങിപ്പോകുമെന്ന് ചെയർമാനും പറഞ്ഞു. വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടുകളിൽ നഗരസഭ ചെയ്യേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ചെയർമാൻ കൗൺസിലിനെ അറിയിച്ചു. ഏജൻസിയായിട്ടും നഗരസഭ ഒരു കരാറും വെച്ചിട്ടില്ല. അപ്പോൾ നഗരസഭയുടെ റെസീറ്റ് കൊടുത്ത് പണം വാങ്ങി മാത്രം കൊടുക്കേണ്ട ആനുകൂല്യം അല്ലാതെ കൃഷിക്കാരുടെ സൗകര്യത്തിന് വേണ്ടി സാധനം ഇറക്കിയതിന് ശേഷം കൃഷി ഓഫീസിൽ പണം പിരിക്കുക എന്ന നിലപാടുണ്ടായിട്ടുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ളത് നാളെ എന്തായാലും കൃഷി പാടശേഖരക്കാരുടെ യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ആനുകൂല്യവും മുടങ്ങാതെ തന്നെ കൊടുക്കാൻ കുമ്മായം വീഴ്ക്കോ തന്നെ നമ്മൾ നേരിട്ട് പണം കൊടുക്കാൻ നിലയ്ക്ക് ഈ വർഷം ഏർപ്പാക്കിയിട്ടുണ്ട്. അവരുടെ വിത്ത് അവരാവശ്യപ്പെട്ട വിത്ത് ഇല്ല, അവരുടെ വിത്ത് മാറ്റണം എന്നുള്ള അഭിപ്രായം വന്നപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ വിത്തും അത് NSC-യിലായിരുന്നു വിത്ത് ആദ്യം ഏൽപ്പിച്ചിരുന്നത്. NSC-യിൽ ആവശ്യപ്പെട്ട വിത്തുണ്ടോ സംശയമുണ്ട്. എന്തായാലും വേറെ ഏജൻസിക്ക് വേണ്ടി ഇത് സൂചിപ്പിച്ചിട്ട് എന്തായാലും നാളെ അവരോട് കൂടി ആലോചിച്ചത് കൃഷിക്കാരുടെ യാതൊരുവിധ ആനുകൂല്യവും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. അത്തരം പരാമർശങ്ങൾ നമ്മളെപ്പോലുള്ള ജനപ്രതിനിധികളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക. കൃഷി ഓഫീസറെ കൗൺസിലിന് വേണ്ടി പ്രചരണം നടത്താൻ ആരും ചുമതലപ്പെടുത്തിയില്ല. കൃഷി ഓഫീസർ വ്യക്തിപരമായി അതിനെ ഏറ്റെടുത്തെന്ന് വെച്ചാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ പൊതുപ്രവർത്തനത്തിന് നഗരസഭാ കൗൺസിലിന് ആവശ്യമില്ല. വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 41 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. പഴയ ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ച് നീക്കുന്നതുമായി ബന്ധപ്പെട്ടും തൂത കുടപ്പുഴ റോഡിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടന്നു. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ.